ഹായ്, സിജിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മനോഹരമായി നമുക്ക് വാട്ടർ പ്ലാന്റ്സുകളെ എങ്ങനെ പല പല മീഡിയംസ് ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ സാധാ ബ്രിക്സ് ആണ്, അതായത് നമ്മുടെ ചുടുകട്ടയില്ലേ അതാണ്. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ ചുറ്റികല്ലോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഏകദേശം ഒരേ പീസസൊക്കെ അളവിലൊക്കെയുള്ള കുറച്ച് പീസസാക്കി നമ്മൾ എടുത്ത് വയ്ക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ ബ്രിക്സൊക്കെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ കുതിർത്ത് വെക്കുമ്പോൾ ഈ പൊടിയുന്ന തരത്തിലുള്ള ബ്രിക്സ് ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് നമ്മുടെ ഒരു വെസലെടുത്തിട്ട് ഓരോ പീസായിട്ട് പതുക്കെ ആ വെസലിലോട്ട് ഇട്ട് കൊടുക്കണം. ശരിക്കും ഇത് നമ്മളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വെസലിലാണ് ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളത്. അതിപ്പോൾ ഏതെങ്കിലുമൊക്കെ കുപ്പി ആയാലും മതി, ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ 1/4 ഭാഗത്തോളമോ അല്ലെങ്കിൽ അര ഭാഗത്തോളമോ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു പ്ലാന്റ് എടുക്കുക. ഞാനിവിടെ പിങ്ക് സിങ്കോണിയമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് ഭാഗമായിട്ടുള്ള ഒരു പാർട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ലീഫിലും ആ റൂട്ടിലും ഒക്കെയുള്ള ചെളിയും എല്ലാം പോകത്തക്ക രീതിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇതുപോലത്തെ ലോങ് ആയിട്ടുള്ള അതിൻ്റെ റൂട്ട്സുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ചെടികളുണ്ട്. അതിലൊരു ചെടിയാണ് സിങ്കോണിയം. ഏത് ടൈപ്പ് സിങ്കോണിയം നമുക്ക് വെള്ളത്തിൽ ഇതുപോലെ മനോഹരമാക്കി നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഭാഗത്തുള്ള ഡെഡ് സെൽസിനെയൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് ഇതിനെ ആ പോട്ടിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ഈ പീസസ് കൂടി, ഈ ബ്രിക്സിൻ്റെ പീസസ് കൂടി ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടിട്ട് ആ ചെടി അനങ്ങാത്ത രീതിയിൽ അതിനെ ഒന്ന് ഉറപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മാക്സിമം ക്ലോറിൻ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ കിണറിലെയൊക്കെ വെള്ളമാണെങ്കിൽ അതിൽ ഒത്തിരി മിനറൽസൊക്കെ ഉണ്ട്. അതാണ് ചെടികളുടെ നല്ല ആരോഗ്യപരമായ വളർച്ചയ്ക്ക് നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ല അച്ചാറൊക്കെ ഉപ്പിലിട്ട്, നെല്ലിക്കയൊക്കെ ഇല്ലേ, അതൊക്കെ ഉപ്പിലിട്ടതുപോലെ ഇരിക്കും. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വെസലില്ല എങ്കിൽ സാധാ നമ്മുടെ കുപ്പികളൊക്കെ ഇല്ലേ, ഗ്ലാസിൻ്റെ കുപ്പിയൊക്കെ, അതിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ചെടികൾ കാണാൻ. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും അല്ല എങ്കിൽ തന്നെ നല്ല ബോട്ടിലുകൾ കിട്ടും അല്ലേ, നല്ല മനോഹരമായ ബോട്ടിലുകൾ പല പല ആവശ്യങ്ങൾക്ക് വീടുകളിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ എടുത്ത് എൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി നല്ല മനോഹരമാക്കി ഇതുപോലെ നമ്മളൊരു സിങ്കോണിയമോ അങ്ങനെ ഇതിൽ കാണിക്കുന്ന ബാക്കി ചെടികളൊക്കെ ഇട്ട് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മീഡിയം എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമതായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലേ ബോളാണ്. ക്ലേ ബോൾ അഥവാ ലേക്ക ബാൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലേക്ക ബാളാണ്. അതായത് ഇത് നമ്മുടെ ഫെർട്ടിലൈസേഴ്സും കൂടി ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെടിയൊക്കെ നട്ടിതിൽ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ 1-2 വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെസലിൽ കുറച്ച് അടിയിൽ കുറച്ച് ഭാഗത്തായിട്ട് ഇതിനെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, അതായത് ഒരു പിടി ഇട്ടാലും ധാരാളം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിനിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അഗ്ലോണിമയാണ്. സാധാ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇത് വേരോട് കൂടി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ റൂട്ട് ഭാഗത്തുള്ള മണ്ണും ചെളിയും ഒക്കെ കഴുകി കളഞ്ഞ് നല്ല വൃത്തിക്ക് വേണം ഇതെടുക്കാൻ. അത് മണ്ണൊന്നും ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ലേക്ക ബോൾസും കൂടി ഇട്ട് ഇതൊന്നും അനങ്ങാതെ നമ്മളൊന്ന് ഉറപ്പിക്കണം. ഉറപ്പിച്ചതിന് ശേഷം നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ലേക്ക ബോൾസ് പൊങ്ങി വരും. അതുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതുമാത്രമല്ല, ഈ ക്ലേ ബോൾസിന് അതായത് അതിൽ ഒത്തിരി പോഴ്സുകളുണ്ട്, ഓട്ടകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വെള്ളം ഇങ്ങനെ പിടിച്ച് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അത് നിറയത്തക്ക രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് അതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ മുകളിലത്തേക്ക് നല്ല ഡ്രൈ ആവുന്നെങ്കിൽ മാത്രം നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ച് നനച്ച് കൊടുക്കും. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നല്ല മനോഹരമായൊരു വീഡിയോ ചെയ്തിട്ട് അത് കാണാത്തവർ ഒന്ന് പോയി കാണണേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മൂന്നാമത്തെ മീഡിയമാണ്. ഇത് നമ്മുടെ സാധാ കുഞ്ഞ് പെബിൾസാണ്. ഒത്തിരി പോളിഷ് ചെയ്തതല്ല, ഒരു റഫ് പോളിഷ് ചെയ്ത രീതിയിലുള്ളൊരു പെബിൾസാണ്. ഇതിനൊന്നും ഒത്തിരി വിലയൊന്നുമില്ല, കിലോയ്ക്ക് 60 രൂപയോ മറ്റോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിലോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവടിലായിട്ട് ഇതുപോലൊരു ഫണൽ ഷേപ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ സെയിം ഒരു കളർ തന്നെ പെബിൾസ് ഇട്ടാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് പെബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ താഴത്തെ ആ ഫണൽ രൂപത്തിൽ വരുന്ന ആ പാർട്ടിൽ മാത്രം
നമുക്ക് ഈ ബ്ലാക്ക് പെബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ ചുവട്ടിൽ മാത്രം നമുക്കിതുപോലെ ബ്ലാക്ക് പെബിൾസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് പെബിൾസ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലത്തെ ഗ്രാവലാണ്. ഈ ഗ്രാവൽ നമുക്ക് അക്വേറിയം ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിട്ടിട്ട് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് അവിടെ ഫിലോഡെൻഡ്രോനാണ്. ഫിലോഡെൻഡ്രോൺസ് എല്ലാം തന്നെ നല്ല ഇൻഡോർ പ്ലാന്റ്സുകളാണ്. അതായത് അവയ്ക്ക് ലൈറ്റ് ഒട്ടും തന്നെ വേണ്ട, ഒരു കെയറുമില്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്നവയാണ് ഫിലോഡെൻഡ്രോൺ. അപ്പോൾ പിന്നെ വെള്ളത്തിലിട്ടാൽ വളരുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെങ്കിലും കഷ്ടപ്പെടണം, ഒരു കഷ്ടപ്പാടുമില്ല. വെറുതെ ഇതുപോലെ പോട്ടില്ല എങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കുപ്പിയിലോ മറ്റോ ഇട്ടാലും നമുക്ക് മനോഹരമായി ഇൻഡോറാക്കി ഈ ഫിലോഡെൻഡ്രോൺസുകളെ വളർത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പെബിൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒഴിക്കുന്ന വെള്ളം എല്ലാം തന്നെയും നമ്മളൊരാഴ്ച കൂടുമ്പോൾ മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് ആ പ്ലാന്റൊക്കെ എടുത്ത് അതിൻ്റെ ആ ലീഫൊക്കെ ഒന്ന് കഴുകി നമ്മളൊന്ന് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് ആ പ്ലാന്റ് ഇരിക്കും. ഇനിയിപ്പോൾ കൊതുകൊക്കെ ഒത്തിരി വരുമെന്ന് സംശയമുള്ളവർക്കാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് പ്ലാന്റ് വളർത്തുമ്പോൾ എല്ലാം തന്നെ എല്ലാ പ്ലാന്റ്സുകളെയും നമ്മൾ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. എങ്കിൽ മാത്രമേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇലയൊക്കെ പഴുത്ത് വളരെ പെട്ടെന്ന് ഇത് ചീത്തയായിപ്പോവും. അപ്പോൾ ഇതിന് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ റൂട്ടുകളൊക്കെ ഇങ്ങനെ ഓടി നിൽക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ വെച്ചാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സെറാമിക്കിൻ്റെ ഒക്കെ ബോട്ടിൽ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത മീഡിയം ഏതാണെന്ന് നോക്കാം. ഇതാണ് ചാർക്കോൾ, കരി, കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ? അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത കുറച്ച് ചാർക്കോളാണ്. ഞാനൊരു ഒത്തിരി തവണ വാഷ് ചെയ്തതാണ്. ആ ഒരു കറുത്ത കളർ പോകത്തക്ക രീതിയിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പോട്ടിലോട്ട് കുറച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം അതിനെ നമ്മൾ ഇതുപോലെ തന്നെ ഉറപ്പിച്ച് കൊടുക്കുക. അതായത് അത് അനങ്ങാതെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ചാർക്കോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പല പല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇൻഡോറൊക്കെ ആക്കി പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാ മണലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള ഗ്രാവലോ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഉപയോഗിക്കാം. അതിനൊക്കെ അതിനോടൊരു ഇഷ്ടം വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ഒരു പ്ലാന്റിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് പെബിൾസ്. ഇത് നല്ല ഡബിൾ പോളിഷ് ചെയ്തിട്ടുള്ള പെബിൾസാണ്. അതാണ് ഇത്രയും നല്ല വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലല്ല കേട്ടോ, ഇത് ഫൈബറിൻ്റെ ഗ്ലാസ് മോഡലിലിരിക്കുന്ന ബോട്ടിലാണ്. ഇത് ഉടയത്തില്ല. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ധൈര്യമായിട്ട് ടപ്പേ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാം, പൊട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് താഴെ മാത്രം കുറച്ചിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലാന്റ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മണി പ്ലാന്റിനാണ്, നിയോൺ പോത്തോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇതുപോലത്തെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന പാട്ടിലുള്ള ലീഫൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം കട്ടിങ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഏകദേശം ആ നിയോൺ പോത്തോസിൻ്റെ കളറിനോട് സാമ്യമുള്ള ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് നൂല് വെച്ച് വേണമെങ്കിലും അതിനെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ മാറി പോകാതെ വീഴാതെ ഒരുമിച്ച് അവിടെ തന്നെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ആ മീഡിയത്തിൽ വെച്ചതിന് ശേഷം അത് മനങ്ങാതെ അതിൻ്റെ മുകളിലായിട്ട് ബാക്കി പെബിൾസ് കൂടി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇത്ര പ്ലാന്റ്സുകളല്ല കേട്ടോ, ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് യാതൊരു കെയറും കൂടാതെ വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒത്തിരി പ്ലാന്റ്സുകളുണ്ട്. ഇങ്ങനെ വീട്ടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല രസമായിരിക്കുന്നതാണ്. കുറച്ച് ലൈറ്റുള്ളിടത്ത് മാത്രം വെക്കണമെന്നേ ഉള്ളൂ. തീരെ ലൈറ്റില്ലാത്തടത്ത് വെച്ചാൽ വെക്കെ ചീത്തയായിപ്പോവും. ഇനി നമ്മൾ അറേഞ്ച് ചെയ്ത ബോട്ടിൽസ് എല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് കണ്ടാലോ? എന്താ ഒരു ഭംഗിയല്ലേ! ഏതോ ഒരു പിക്കിൾ ഷോപ്പിൽ കയറിയതുപോലെ തോന്നുന്നുണ്ടോ? നാരങ്ങയും മാങ്ങയും ഒക്കെ അച്ചാറും ഉപ്പിലും ഒക്കെ ഇട്ടതുപോലെ തോന്നുന്നത് എൻ്റെ കുറ്റമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നുറുക്ക് വിദ്യകളും ഐഡിയാസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം സബ്സ്ക്രൈബായി എന്നെ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. എങ്കിലല്ലേ മടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ നമുക്കും ഒരു ഉന്മേഷമൊക്കെ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.